ഈ സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ പറയാ? അതിന് സ്പെസിഫിക് ആയിട്ടൊരു ആൻസർ ഉണ്ടോ? ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ വാട്ടർ കളർ കോമ്പറ്റീഷന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പം ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് കാണുന്നത് എന്താണോ ആ ഒരു ഫിഗർ ആയിരുന്നു ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2ും 3ും കിട്ടിയ ഹൗസിൻ്റെ ടീച്ചേഴ്സ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. കാരണം സൺസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടലിൽ അസ്തമിക്കുന്നതായിട്ടല്ലേ വരക്കേണ്ടത്, അങ്ങനെയാണല്ലോ വേണ്ടത്. അങ്ങനെ ആകെ പ്രശ്നമായിട്ട് എന്ത് ചെയ്തു, ആ റിസൾട്ട് ക്യാൻസൽ ചെയ്തു. അപ്പം ഞാൻ അന്ന് തന്നെ ആലോചിച്ച കാര്യം, ഈ സൂര്യൻ കടലിൽ അസ്തമിക്കുക എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലായതുകൊണ്ടാണ് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കടൽ കാണാൻ പോകും. അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ഉള്ളത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ വരക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ വേറെ സ്റ്റേറ്റ്സ് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ രീതിയിലായിരിക്കും. ഇനിയിപ്പോൾ രാജസ്ഥാനിലും UP-യിലൊന്നും അവിടെ കടലേ ഇല്ല എന്ന് വെച്ചാൽ അവിടെ സൂര്യൻ അസ്തമിക്കാൻ പാടില്ല എന്നുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള കുറേ കോൺസെപ്റ്റുകൾ വളച്ചൊടിച്ചുകൊണ്ട് എന്ത് ചെയ്തിരുന്നു, ഈ ടീച്ചേഴ്സൊക്കെ നമുക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ധരിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ കേട്ടിരുന്നൊരു കാര്യമാണ്, ചന്ദ്രനിൽ നിന്ന് നോക്കുന്ന സമയത്ത് എർത്തിൽ കാണുന്ന ഒരേ ഒരു മനുഷ്യനിർമ്മിതി ചൈനയിലെ ബിഗ് വാളാണെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക.